ജിബൂട്ടിയിലെ ആർത്ത മലമുകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ആർത്ത ജിബൂട്ടിയിലെ ഒരു സുഖവാസ കേന്ദ്രമാണ്. സുരേഷ് തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഇവിടെ ഒരു പ്രോജക്ട് ക്യാമ്പിലെ ഗസ്റ്റ് ഹൗസിൽ രാത്രി താമസിച്ച ശേഷമാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇദ്രിസും പിൻസീറ്റിലുണ്ട്. പോലീസുകാരനായ ഇദ്രിസ് ഇന്നുകൂടി ലീവ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ലീവ് അനധികൃതമാണെന്നാണ് ഇദ്രിസ് പറയുന്നത്. അതിന്റെ ചെറിയൊരു ടെൻഷനുമുണ്ട്. കാണുന്നവയിൽ മിക്കതും സമ്പന്ന വീടുകളാണ്. ഞാൻ ജിബൂട്ടിയിൽ വന്ന ശേഷം അത്തരം പൂർണ്ണതയുള്ള വീടുകൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. സമ്പന്നരും ഭരണത്തിലെ ഉന്നതരും മറ്റുമാണ് ഇവിടെ വീടുകൾ പണിതിരിക്കുന്നത്. ഊട്ടി പോലൊരു പ്രദേശമാണ് ആർത്ത. കോടമഞ്ഞും തണുപ്പുമെല്ലാം അവിടുത്തേതുപോലെ തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സഞ്ചരിച്ച മരുഭൂമിയും കൊടും ചൂടുമുള്ള രാജ്യത്തുകൂടി തന്നെയാണോ ഇപ്പോൾ പോകുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകും. ഞങ്ങൾക്ക് അല്പം ഭക്ഷണം കഴിക്കണം. ഇദ്രിസ് പറഞ്ഞ ഒരു വഴിയിലൂടെയാണ് കാർ വിടുന്നത്. ഇവിടുത്തെ ആളുകളോട് സംസാരിക്കാൻ പോലും ചെറിയൊരു ഭയമുണ്ട് ഇദ്രിസിന്. ഇവിടെ ഗോത്രങ്ങൾ തമ്മിൽ വലിയ ശത്രുത നിലനിൽക്കുന്നത് കൊണ്ടാണത്. ഇസ ഗോത്രക്കാരാണ് ആർത്തയിൽ കൂടുതലുമുള്ളത്. റെസ്റ്റോറന്റ് എന്ന ബോർഡ് കണ്ടാണ് ഞങ്ങൾ ഇറങ്ങിച്ചെന്നത്. ചെറിയൊരു ഷെഡുണ്ട്. അതിൽ ഇരുന്നു കൊള്ളാൻ പറഞ്ഞു. മറ്റൊരു ഷെഡിൽ ഏതാനും ചെറുപ്പക്കാർ ബിസ്ക്കറ്റും തിന്നിരിക്കുന്നു. ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സമോസ പോലൊരു സാധനം. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു പത്രക്കടലാസിൽ കുറെ സമോസ കൊണ്ടുവന്നു വെച്ചു. ഇന്നത്തേത് തന്നെയാണോ എന്നൊന്നും അറിയില്ല. നല്ല കൊഴുത്ത കാപ്പിയും എത്തി. ഞങ്ങൾ സമോസയോട് മല്ലടിച്ചു തുടങ്ങി. കാപ്പി രുചിയുള്ളതും ഉന്മേഷദായകവുമാണെന്നത് മാത്രം ആശ്വാസം. ഇദ്രിസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ആഫ്രിക്കയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടവരിൽ ഏറ്റവും ഡീസന്റായ, മിടുക്കനും വിശ്വസ്തനുമായ ആളാണ് ഇദ്രിസ്. പരിഷ്കാരി പിള്ളേർ ആഹ്ലാദപൂർവ്വം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെ ഏതാനും ആടുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളുടെ മേശമേൽ മിച്ചമുണ്ടായിരുന്ന സമോസ ഇദ്രിസ് എടുത്ത് ആടിനു കൊടുത്തു. വരയാടിന്റെ രൂപമാണിവർക്ക്. കൊമ്പിന്റെ ആകൃതിയും അതുതന്നെ. റെസ്റ്റോറന്റിനോടനുബന്ധിച്ച് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട്. ഫ്രഞ്ച് ഭാഷയിലാണ് അതിന്റെ ബോർഡ്. റെസ്റ്റോറന്റിന്റെ ബോർഡും ചിത്രങ്ങളും കാണുക. 70കളിലും 80കളിലും കേരളത്തിലെ സ്ഥാപനങ്ങളിൽ കണ്ടിരുന്ന ബോർഡുകൾ പോലെയുണ്ട്. ഫ്ലെക്സ് ബോർഡുകളൊന്നും ഇവിടെ പ്രചാരത്തിലായിട്ടില്ല. തെരുവിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആളനക്കം കാണാം. വലിയ ധൃതിയൊന്നുമില്ലാത്ത മനുഷ്യർ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഒരു ആഫ്രിക്കൻ തനതു ജീവിതമാണ് ഈ തെരുവിൽ കാണുന്നത്. എത്യോപ്യയിലേതുപോലെ തണുപ്പുള്ള സുഖകരമായ കാലാവസ്ഥയാണ് ആർത്തയിൽ. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. മോച്ച എന്നു പേരുള്ള ഒരു ദ്വീപിലേക്ക് പോകാൻ ഞങ്ങൾ ഒരു ബോട്ട് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശമായതിനാൽ ഇന്ന് മോച്ചയിലേക്ക് ബോട്ടുകളൊന്നും സർവീസ് നടത്തുന്നില്ലത്രേ. അതിനാൽ മോച്ചയിലേക്കുള്ള യാത്ര ഒഴിവാക്കേണ്ടി വന്നു. ലിസ്റ്റിലുണ്ടായിരുന്ന മറ്റൊരു പട്ടണം തഡ്ജൂറയാണ്. അവിടെയാകട്ടെ കനത്ത മഴയാണെന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പമായി. 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് തഡ്ജൂറയിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഇതേ കാലാവസ്ഥയാണെങ്കിൽ ഒരു ദിവസം തന്നെ പാഴാകും. എങ്കിൽ പിന്നെ ജിബൂട്ടി സിറ്റിയിലേക്ക് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ തലസ്ഥാന നഗരത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ആർത്ത മലമുകളിലൂടെ അതിന്റെ വിജനതയിലൂടെയുള്ള മടക്കം. ഇന്ന് ജിബൂട്ടിയിലെ പ്രമുഖമായ സുഖവാസ കേന്ദ്രവും ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ആർത്ത. കാലാവസ്ഥ തന്നെയാണ് ആ പദവിയിലേക്ക് ആർത്തയെ എത്തിച്ചത്. വരും കാലത്ത് ജിബൂട്ടി ഒരു സമ്പന്ന രാജ്യമായാൽ അവിടുത്തെ ഏറ്റവും മൂല്യമേറിയ സ്ഥലം തന്നെയായിരിക്കും ആർത്ത. നഗരവാസികളായ സമ്പന്നരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും ഇവിടുത്തെ പ്രധാന സ്ഥലങ്ങളൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞു. പോകും വഴി ഇനി എന്തെങ്കിലും കാഴ്ചകളുണ്ടോ എന്ന് ഞാൻ ഇദ്രിസിനോട് ചോദിച്ചു. ഇവിടെ ഒരു റിഫ്റ്റ് വാലി ഉണ്ടെന്നും
അത് കാണാൻ പോകാമെന്നുമായി ഇദ്രിസ്. ഭൂമിയുടെ ഒരു പിളർപ്പാണത്രേ അത്. എങ്കിൽ അതൊന്ന് കാണാമെന്ന് ഞാനും തീരുമാനിച്ചു. ഇതെല്ലാം ആർത്താ പ്രദേശം തന്നെയാണ്. ഒരു മലയുടെ മുകൾ തട്ട്. നല്ല തണുപ്പുള്ള പ്രദേശമാണ്. അങ്ങിങ്ങായി ചെറിയ കെട്ടിടങ്ങൾ. അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുന്നു എന്നത് മാത്രമാണ് പ്രശ്നം. സുരേഷിനോ ഇദ്രിസിനോ റിഫ്റ്റ് വാലി എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. PK-51 എന്ന ഭാഗത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് തഡ്ജൂറയിലേക്ക് തിരിയേണ്ടത്. ഇദ്രിസ് അവിടെ കണ്ട 1-2 പേരോട് സ്ഥലത്തെക്കുറിച്ച് തിരക്കി. റിഫ്റ്റ് വാലിയുടെ ചിത്രമുള്ള പത്രക്കട്ടിങ്ങോ മറ്റോ അവരെ കാണിക്കുന്നുമുണ്ട്. പക്ഷേ അതേക്കുറിച്ച് ഇവിടെയുള്ളവർക്ക് വലിയ പിടിയില്ല. മഴ വീണ്ടും രൂക്ഷമാവുകയാണ്. അതിനാൽ റിഫ്റ്റ് വാലി അന്വേഷിച്ച് ഇനി അധികം പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നിരാശയോടെ ജിബൂട്ടി സിറ്റിയിലേക്ക് മടങ്ങുകയാണ്. കാലാവസ്ഥ വില്ലനായിരിക്കുന്നു. വഴിയരികിൽ കുറെ സ്ത്രീകൾ ഇരിപ്പുണ്ടായിരുന്നു. വാഹനം കണ്ടപ്പോൾ അവർ റോഡിലേക്ക് ചാടിയിറങ്ങി. പ്ലാസ്റ്റിക് കുപ്പികളിൽ പാലുമായാണ് വരവ്. ഒട്ടകപ്പാലാണ്. 3-4 കുപ്പി ഇദ്രിസ് വാങ്ങി. വീട്ടിലേക്ക് മടങ്ങുകയാണല്ലോ. ഇദ്രിസിന് 12 മക്കൾ. ഇന്ന് പിള്ളേർ ആഘോഷിക്കും. കുറെ സ്ത്രീകൾ ഇരിപ്പുണ്ട് പാതയോരത്ത്. ക്യാമറ കണ്ടതോടെ ഒരുവൾ എന്റെ നേരെ കല്ലെടുത്തു. എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ ക്യാമറയിലാക്കി. കുറെ പാൽക്കുപ്പികളുണ്ട്. ചെറുമരത്തിന്റെ ഇത്തിരി തണലിൽ പെണ്ണുങ്ങൾ അങ്ങനെ കൂടിയിരിക്കുന്നു. അവരുടെ നേതാവാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ എന്നെ ശകാരിച്ചുകൊണ്ട് വാഹനത്തിനടുത്തെത്തി. വലിയ അരിശത്തോടെ നിർത്താതെയുള്ള ശകാരം. പാൽക്കാരികളുടെ അടുത്തുനിന്നും യാത്ര തുടർന്നു. ഹൈവേയിലേക്ക് കയറിയതോടെ വീണ്ടും ചരക്ക് ലോറികളുടെ ഘോഷയാത്ര തന്നെയായി കാഴ്ച. ജിബൂട്ടി തുറമുഖത്തുനിന്നും ചരക്കുമായി എത്യോപ്യ ലക്ഷ്യമാക്കി നീങ്ങുന്ന വാഹനങ്ങൾ. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ലോറികളാണ് ഓരോ ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ എണ്ണ, തുണി, മരുന്നുകൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാമുണ്ട്. മലഞ്ചെരുവിൽ ചില ചെറുഗ്രാമങ്ങൾ. ചെറുമരങ്ങൾ കുടപിടിച്ചു നിൽക്കുന്ന വരണ്ട മണ്ണ്. ഇടയ്ക്ക് ചില ഗവൺമെന്റ് മന്ദിരങ്ങൾ. കുന്നിൻ മുകളിൽ കാണുന്നത് ഒരു ആശുപത്രിയോ മറ്റോ ആണ്. ഒരു ചെറു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉയാഹ് എന്ന പട്ടണമാണ്. വ്യാ എന്നറിയപ്പെടുന്നതും ഈ സ്ഥലം തന്നെയാണ്. ആർത്ത റീജിയനിലെ 2ാമത്തെ വലിയ പട്ടണമാണ് ഉയാഹ്. 5000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. നേരത്തെ ഉയാഹ് പട്ടണത്തിൽ ഒരു ഫ്രഞ്ച് മിലിറ്ററി പോസ്റ്റ് ഉണ്ടായിരുന്നു. പട്ടണം ഇപ്പോഴും ഉണർന്നിട്ടില്ലെന്ന് തോന്നും. റെസ്റ്റോറന്റുകളൊന്നും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. അതിലെ മേശകൾ മലർത്തി വെച്ചിരിക്കുന്നു. ഒരു കെട്ടിടത്തിന് മുകളിൽ ജിബൂട്ടിയുടെ പതാക. സ്ഥാപനങ്ങൾ മിക്കതും അടഞ്ഞുകിടക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ലോറികളുടെ ഒരു താവളത്തിലേക്കെത്തുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ലോറികൾ നിരത്തിയിട്ടിരിക്കുന്ന ചില യാർഡുകളുണ്ട് ഇവിടെ. ജിബൂട്ടി പോർട്ടിനും എത്യോപ്യയ്ക്കുമിടയിലെ ചരക്കുനീക്കം ഏറ്റവും പ്രമുഖമായൊരു ബിസിനസ്സാണ്. ഒരു കണ്ടെയ്നർ ജിബൂട്ടി തുറമുഖത്തു നിന്നും എത്യോപ്യയിലെ അഡീസ് അബാബയിലെത്താൻ 1,10,000 മുതൽ 1,47,000 വരെ രൂപയാണ് വാടക. വൻകിട ലോജിസ്റ്റിക്സ് കമ്പനികളാണ് കരാറുകാർ. ജിബൂട്ടിക്കും എത്യോപ്യയ്ക്കുമിടയിൽ ചരക്കു നീക്കുന്ന എത്യോപ്യൻ രജിസ്ട്രേഷനുള്ള 5500 ട്രക്കുകളുണ്ട്. ജിബൂട്ടി രജിസ്ട്രേഷനുള്ള ട്രക്കുകൾ 2500-ലേറെയും വരും. ജിബൂട്ടി തുറമുഖത്തു നിന്നുള്ള ചരക്കു നീക്കത്തിന്റെ വൈപുല്യം ആ കണക്കുകളിൽ നിന്നും ഈ കാഴ്ചകളിൽ നിന്നും വ്യക്തമാണ്. ഞങ്ങൾ ജിബൂട്ടി സിറ്റിയുടെ പ്രാന്തഭാഗത്തേക്കെത്തി. കെട്ടിടങ്ങൾ ഇവിടെയെല്ലാം തോന്നും പടിയാണ് നിർമ്മിക്കുക. ചില അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾക്ക് മാത്രമേയുള്ളൂ ഏകരൂപം.
ജിബൂട്ടിയിലെ ഫ്രഞ്ച് മിലിറ്ററി ബേസ് ഏരിയയിലൂടെയാണ് കടന്നുപോകുന്നത്. അവിടെയുള്ളവർക്കുള്ള റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ എന്നിവയൊക്കെയാണ് പാതയോരത്തുള്ളത്. ഫ്രഞ്ച് ബേസിന്റെ ഭാഗമായുള്ള അപ്പാർട്ട്മെന്റുകളാണിത്. ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥർ കുടുംബസമേതം താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകൾ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇക്കാണുന്നതാകട്ടെ ഇവിടുത്തെ ഒരു മന്ത്രാലയമാണ്. സൽമാൻ മോസ്ക്. 1500 പേരെ ഉൾക്കൊള്ളാനാവുന്ന മോസ്ക്. ധാരാളം വിദേശികൾ വസിക്കുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ടാവാം വൃത്തിയും ഭംഗിയുമുള്ള കെട്ടിടങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ജനാതയൻ റെസ്റ്റോറന്റ്. ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. യമനി റൊട്ടിയും സീ ഫുഡും ലഭിക്കും. യമനി വിഭവങ്ങൾ ജിബൂട്ടിക്കാർക്ക് ഏറെ പ്രിയങ്കരമാണ്. പരിഷ്കാരികളായ ജിബൂട്ടിക്കാരെത്തുന്ന റെസ്റ്റോറന്റാണ്. സമ്പന്നർ ഭക്ഷണം കഴിക്കാനെത്തുന്ന ഇടം. എന്നെ റെസ്റ്റോറന്റിന്റെ അടുക്കളയിലേക്കൊന്ന് കൊണ്ടുപോകണമെന്ന് ഇദ്രിസിനോട് പറഞ്ഞതനുസരിച്ച് അടുക്കളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാന വിഭവം ഒരുക്കാനുള്ള യമനി മത്സ്യം. സ്നാപ്പർ ഫിഷാണ്. അതിങ്ങനെ പിളർന്ന് അകത്തുള്ളതെല്ലാം നീക്കം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ചില പ്രത്യേക മസാലക്കൂട്ടുകൾ തേച്ച് കനലടുപ്പിൽ ചുട്ടെടുക്കും. ഇതാണ് റെസ്റ്റോറന്റിന്റെ മാനേജർ. ഷൂട്ടിംഗ് അവൾക്കും ഇഷ്ടപ്പെട്ടു. റെസ്റ്റോറന്റിലെ ആളുകൾ എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഇങ്ങനെയാണ് സ്നാപ്പർ ഫിഷ് ചുട്ടെടുക്കുന്നത്. അകത്ത് മസാല പുരട്ടിയ ശേഷം അത് തന്തൂരി അടുപ്പ് പോലുള്ള ഒരു അടുപ്പിൽ ഇറക്കി വെക്കുന്നു. മത്സ്യം വറക്കുന്ന പരിപാടിയൊന്നും ഇവിടെയില്ല. മത്സ്യത്തിന്റെ കൂടെ കഴിക്കുന്നത് റൊട്ടിയാണ്. അത് അവിടെ തയ്യാറാകുന്നുണ്ട്. മൈദ കൊണ്ട് വീശി അടിച്ചെടുത്ത അതും തന്തൂരി അടുപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നു. റെഡിയാകുന്ന ഫിഷ് കാത്തിരിക്കുന്നവർക്ക് കൊടുക്കാനായി മേശപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജിബൂട്ടിയിലേക്ക് പുറപ്പെടും മുൻപ് തന്നെ ഞാൻ ഈ ഒരു വിഭവത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞിരുന്നു. റൊട്ടികൾ ഇങ്ങനെ ഇഷ്ടിക അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കനൽ ചൂടുകൊണ്ട് അത് വെന്ത് പൊള്ളച്ചു വരുന്നു. ഇതേ അടുപ്പിൽ തന്നെയാണ് മീനും ചുടുന്നത്. റെഡിയാകുന്ന റൊട്ടികൾ അടുപ്പിൽ നിന്നും പറിച്ചെടുത്ത് പ്ലേറ്റിലാക്കി കൊണ്ടുപോകുന്നു. ഞങ്ങൾക്കുള്ള ഫിഷും ഓർഡർ ചെയ്തു. അതിനെ പിളർന്ന് അകത്തെ ഭാഗങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുന്നു. പിന്നെ അതിലേക്ക് മസാലക്കൂട്ട് ബ്രഷ് കൊണ്ട് പുരട്ടുന്നു. ഉപ്പും മുളകും ചില സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെയുണ്ട് ഈ കൂട്ടിൽ. അങ്ങനെ പുരട്ടിയെടുത്ത മീൻ നേരെ കൊണ്ടുപോയി ഒരു കമ്പിയിൽ കൊരുത്ത് അടുപ്പിലേക്ക് ഇറക്കി വെക്കുന്നു. തന്തൂരി അടുപ്പിന്റെ ഭിത്തിയിലിരുന്നാണ് റൊട്ടി വേകുന്നതെങ്കിൽ മത്സ്യം കനലിലാണ് ചുട്ടെടുക്കുന്നത്. രുചിയേറിയതും അതോടൊപ്പം ഹെൽത്തിയുമാണ് ഈ വിഭവങ്ങൾ. മത്സ്യത്തിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ആകെ ചേർക്കുന്നത് മസാലക്കൂട്ട് മാത്രമാണ്. ഇങ്ങനെ കനലൂടെയാണ് മത്സ്യം പുറത്തെടുക്കുന്നത്. അതിന്മേൽ 2 നാരങ്ങാ കഷ്ണം കൂടി വെക്കുന്നതോടെ വിഭവം റെഡി. ഷെഫുമാർ 2 പേരും എന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വളരെ ഉഷാറോടെ പോസ് ചെയ്തു. എന്നിട്ട് ആ മത്സ്യം റെസ്റ്റോറന്റ് മാനേജർക്ക് കൈമാറി. ഇവളും വലിയ ക്യാമറ പ്രേമിയാണ്. ജിബൂഷ്യൻ ഗ്രാമങ്ങളിൽ കണ്ട സ്ത്രീകളെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ ലജ്ജയോ കോപമോ ഒന്നുമില്ല. മത്സ്യത്തട്ടും കയ്യിൽ വെച്ച് നൃത്തച്ചുവടുകളോടെയാണ് അവൾ നടക്കുന്നത്. ഈ നേരം കൊണ്ട് സുരേഷ് ഏതാനും മലയാളികളെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു ഫിഷ് വന്നു കഴിഞ്ഞു. 2 എണ്ണം കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു. റൊട്ടി ഇങ്ങനെ വന്നു വീണുകൊണ്ടേയിരുന്നു. സലാഡും എത്തി. ഇവിടെ വെച്ച് പരിചയപ്പെടേണ്ട 1-2 മലയാളികൾ കൂടിയുണ്ട്.
സാം കുര്യനും കുടുംബവും. ഇവരെ പോലെ ആകെ 40ഓളം മലയാളികളെയുള്ളൂ ജിബൂട്ടി സിറ്റിയിൽ. ഹ്രസ്വമായ യാത്രയായതുകൊണ്ടും ജിബൂട്ടി സിറ്റിയിൽ അധികം ഇല്ലാതിരുന്നതുകൊണ്ടും പലരെയും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ മറ്റൊരു മലയാളി സുഹൃത്ത് സന്തോഷും എത്തിയിട്ടുണ്ട്. ചുട്ടെടുത്ത മത്സ്യം എത്തിക്കൊണ്ടേയിരുന്നു. ഇത്രയും ആളുകൾക്ക് ഇതൊക്കെ ധാരാളമാണ്. ബാങ്കിൽ ജോലി ചെയ്യുന്ന സന്തോഷ് ലഞ്ച് ബ്രേക്കിൽ പുറത്തു ചാടിയതാണ്. ഞാനും ഇദ്രിസും കൂടി ഒരു മീനിൽ പിടി തുടങ്ങി. ഇത്രയും രുചിയുള്ള ഒരു മത്സ്യവിഭവം ഞാൻ അപൂർവമായിട്ടേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയാം. മറ്റുള്ളവരും 2 പേർ ഒരു മത്സ്യം എന്ന രീതിയിൽ കഴിച്ചു തുടങ്ങി. ഭക്ഷണശേഷം മറ്റു മലയാളി സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും തെരുവിലേക്കിറങ്ങി. നല്ല വെയിൽ പരന്നിരിക്കുന്നു. ആർത്ത പ്രദേശത്തെ മഴ കണ്ടതും തഡ്ജൂറയിൽ പെരുമഴയാണെന്നറിഞ്ഞതുമാണ് ഞങ്ങൾ യാത്രാപദ്ധതികൾ വെട്ടിച്ചുരുക്കി ജിബൂട്ടി സിറ്റിയിലേക്ക് വരാൻ കാരണം. ഇവിടെയാകട്ടെ വെയിലാണ്. ജിബൂട്ടി സിറ്റിയിൽ വിട്ടുപോയ ചില കാഴ്ചകളുണ്ട്. ഇനിയുള്ള നേരം കൊണ്ട് അത് കണ്ടു തീർക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മാളുകളും ആധുനികമായ കെട്ടിടങ്ങളുമൊക്കെയുള്ള ഒരു പ്രദേശം. നഗരത്തിലെ അല്പം വികസിതമായ പ്രദേശങ്ങളാണ് ഇവിടമെല്ലാം. വലതുവശത്ത് ഇക്കാണുന്ന കൽക്കെട്ടിടങ്ങൾ ഫ്രഞ്ച് പട്ടാള ബാരക്കുകളാണ്. ഫ്രാൻസിൽ നിന്നും ജിബൂട്ടി 1977 സ്വതന്ത്രമായെങ്കിലും ഫ്രഞ്ച് പട്ടാളത്തിന്റെ സ്വാധീനം ഇപ്പോഴും ഇവിടെയുണ്ട്. ഫ്രഞ്ചുകാരുടെ ഒരു പ്രദേശമാണ് ഇതെന്ന് പറയാം. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുണ്ട്, ഒരു വിമൻസ് കോളേജും. പാതയുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും സാധാരണക്കാരായ ജിബൂട്ടിക്കാർക്ക് താമസകേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടില്ല. റുവാ ഡി ലാ സിയസ്റ്റ എന്ന പാതയാണിത്. അതിലൂടെ സിയസ്റ്റ ബീച്ചിലേക്കെത്തുന്നു. ഇവിടെ ഒരാൾ മണലിൽ സ്വയം കുഴിച്ചിട്ടിരിക്കുന്നു. നാട്ടുകാരൻ തന്നെയാണ് ആൾ. സർഫിങ്ങിനും മറ്റും പറ്റിയ ഒരു തീരമാണിത്. പക്ഷേ ബീച്ച് അത്ര വൃത്തിയോടെ സംരക്ഷിക്കപ്പെടുന്നില്ല. തിരമാലകൾ അടിച്ചു കയറുന്നു. തീരത്ത് കടൽപ്പായൽ അടിഞ്ഞിരിക്കുന്നു. അതിനിടയിലൂടെ കുത്തിപ്പെറുക്കി നടക്കുന്ന കടൽ പറവകൾ. എപ്പോഴും കാറ്റുള്ള സുന്ദരമായൊരു തീരം. കുറച്ചപ്പുറം ഒരു ചെറുമുനമ്പ് കാണാം. സ്റ്റാർ ഹോട്ടലുകളും മറ്റുമാണ് അവിടെയുള്ളത്. ഷെറാട്ടൺ ഹോട്ടൽ, ലാ സിയസ്റ്റ ഹോട്ടൽ തുടങ്ങി പല ഹോട്ടലുകൾ. ഒരു സമ്പന്ന ഏരിയയാണ് അക്കാണുന്ന മുനമ്പ്. നിരവധി ഹോട്ടലുകൾ അവിടെയുണ്ട്. ഫ്രഞ്ച് കൊളോണിയൽ കാലത്ത് സായിപ്പുമാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ബീച്ചാണിത്. അതുകൊണ്ടാണ് ഇതിന് സിയസ്റ്റ എന്ന പേര് വന്നതും. സിയസ്റ്റ എന്നാൽ ഉച്ചമയക്കം. സായിപ്പുമാർ ഉച്ചയ്ക്ക് മണലിൽ കിടന്നുറങ്ങാൻ എത്തിയിരുന്ന തീരം. എന്നാൽ ഇന്ന് നാട്ടുകാർക്ക് ധൈര്യപൂർവ്വം കളിക്കാനും കുളിക്കാനുമൊക്കെ ഇറങ്ങാവുന്ന ഒരു ബീച്ചായി മാറിയിരിക്കുന്നു ലാ സിയസ്റ്റ. ശരിക്കും നല്ലൊരു ബീച്ച് തന്നെയാണിത്. മണലിൽ നാട്ടുകാരായ കുട്ടികൾ പന്ത് കളിക്കുന്നു. ഇന്ന് സ്കൂൾ ഉള്ള ദിവസം തന്നെയാണ്. സ്കൂൾ വിട്ട് വന്നവരാണോ സ്കൂളിൽ പോകാത്തവരാണോ എന്ന് അറിയില്ല. ഫുട്ബോളാണ് ജിബൂട്ടിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കായിക വിനോദം. ഫ്രഞ്ചുകാരാണ് ജിബൂട്ടിയിൽ ഫുട്ബോൾ വ്യാപകമാക്കിയത്. 1994 മുതൽ ജിബൂട്ടി ഫിഫയിൽ അംഗവുമാണ്. ഞാൻ ബീച്ചിൽ നിന്നും ചൊരിമണലിലൂടെ തിരികെ നടന്നു. കാറിൽ കയറി യാത്ര തുടരുകയാണ്. ഒരു കാലത്ത് ഫ്രഞ്ച് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും മാത്രം ഉല്ലസിച്ച് നടന്നിരുന്ന കടൽ തീരം. ആഫ്രിക്കയുടെ ഇത്തരത്തിലുള്ള പല തീരങ്ങളും വിദേശികൾ അങ്ങനെ സ്വന്തമാക്കുകയും സ്വദേശികൾക്ക് വിലക്കപ്പെട്ടതാക്കുകയും ചെയ്തിരുന്നു. പുതിയ കാലത്ത് നാട്ടുകാർക്ക് വിവിധ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യങ്ങൾ ബീച്ചിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ജിബൂട്ടി അത്ര അപരിഷ്കൃതമായ ഒരു ആഫ്രിക്കൻ രാജ്യമല്ല എന്ന് തെളിയിക്കും മട്ടിലുള്ള സംവിധാനങ്ങൾ. ഇനിയും പട്ടണത്തിൽ ഏറെ കാഴ്ചകളുണ്ട്. കത്തീഡ്രലും ബിഷപ്പ് ഹൗസും മറ്റുമാണ് ഇടതുവശത്ത് കാണുന്നത്. നേരെ മുന്നിൽ എത്യോപ്യൻ എംബസിയാണ്.
ഈ രാജ്യത്തിന് ഏറ്റവും ബന്ധമുള്ള എംബസി ഇതുതന്നെയായിരിക്കും. അത് കടന്നു ചെല്ലുമ്പോൾ റേഡിയോ ടെലിവിഷൻ ജിബൂട്ടി കെട്ടിട സമുച്ചയത്തിനടുത്തേക്കെത്തുന്നു. ജിബൂട്ടി റേഡിയോയുടെയും ടെലിവിഷന്റെയും ആസ്ഥാനമാണിത്. ഗവൺമെന്റ് ഉടമസ്ഥതയിലാണ് ഇവിടുത്തെ റേഡിയോയും ടെലിവിഷനും. അതും കടന്ന് ഞങ്ങൾ പീപ്പിൾസ് പാലസ് എന്ന നിർമ്മിതിയുടെ സമീപത്തേക്കെത്തി. ഒരു പുതിയ കാല നിർമ്മിതിയാണത്. ഇനി അതൊന്ന് കാണണം.